السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا. فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. قدم لنفسك توبة مرجوة قبل الممات وقبل حبس الألسن. بادر بها غلق النفوس فإنها ذخر وغنم للمنيب المحسن. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പറയാൻ വേണ്ടിയുള്ള ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്വർഗീയാരാമം സജ്ജനങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിത ലക്ഷ്യം പാരത്രിക ലോകത്ത് നേടേണ്ടുന്ന മോക്ഷമാണ്. അത് ഒരു വിശ്വാസിയുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. ബുദ്ധിയും യുക്തിയുമെല്ലാം തേടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണാനന്തരം ഒരു ജീവിതം വേണമെന്നത്. ആ ജീവിതമില്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഒരർത്ഥവുമില്ല. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. സത്യമാണ് പരലോകമെന്നും മിഥ്യയാണത് എന്ന് പറയുന്ന വാദം തീരെ യുക്തിയില്ലാത്ത ബുദ്ധിശൂന്യമായ വാദമാണെന്നും വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ സത്യമായ പരലോക ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ പുറപ്പാട് മരണത്തിലൂടെയാണ്. മനുഷ്യ ജീവിതം 3 ഘട്ടങ്ങളായി നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഒന്ന്,
ഈ ഭൂമിയിൽ നാം എല്ലാവരും ജനിച്ചു വീഴുന്ന നാൾ തൊട്ട് അള്ളാഹു നിശ്ചയിച്ച അവധി പൂർത്തിയാക്കി നാം എല്ലാവരും മരിക്കുന്ന മരണ ദിവസം വരെയുള്ള കാലഘട്ടം, അതിനാണ് നമ്മൾ ഐഹിക ജീവിതം, ഈ ലോക ജീവിതം എന്നെല്ലാം പറയുന്നത്. രണ്ടാം ഘട്ടം മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ്. മരണം നടന്നു കഴിഞ്ഞത് മുതൽ പിന്നീട് ഖബറിൽ അവനെ കൊണ്ടുപോയി വെച്ച് വീണ്ടും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവോളം മനുഷ്യർ താമസിക്കുന്ന അല്ലെങ്കിൽ അവൻ കഴിച്ചുകൂട്ടേണ്ടുന്ന പ്രത്യേകമായ ലോകമാണ് ബർസഖ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഐഹിക ജീവിതത്തിന്റെയും പാരത്രിക ജീവിതത്തിനും ഇടക്കുള്ള ഒരു മറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബർസഖിയായ ജീവിതം. ആ ജീവിതം അവസാനിച്ചു കഴിഞ്ഞ് എല്ലാവരെയും അല്ലാഹു ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും പിന്നീട് മഹ്ശറിലെ വിചാരണയ്ക്ക് ശേഷം അനന്തമായ ജീവിതം, രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, ആ നിലക്ക് നീളുന്ന അനന്തമായ ജീവിതം, അതാണ് പരലോക ജീവിതം എന്ന് പറയപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം. ഈ പാരത്രിക ലോകത്തിലേക്കുള്ള മനുഷ്യന്റെ പുറപ്പാടാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഈ ലോകത്ത് എല്ലാ ആളുകളും മരിക്കാനുള്ളവരാണ്, നശിക്കാനുള്ളവരാണ് എന്നതിന് പ്രമാണങ്ങൾ നിരത്തി സമയം ദീർഘിപ്പിക്കേണ്ടുന്ന ആവശ്യം ഇല്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും മരണം എന്ന പ്രതിഭാസത്തിന്റെ മുമ്പിൽ തലകുനിക്കാതെ രക്ഷയില്ല. മരണത്തിൽ നിന്ന് മോചനം നേടാൻ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രലോകം തലപുകഞ്ഞാലോചിക്കുന്ന വിഡ്ഢിത്തരവും മഠയത്തരവുമൊക്കെ ലോകത്തിന്റെ ഏതോ കോണുകളിൽ ഇപ്പോഴും നടക്കുന്നു എന്നത് കൗതുകകരമാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള ആത്മാക്കളെയെല്ലാം ഒരു ദിവസം നമുക്ക് വീണ്ടും അവരുടെ ബോഡിയിലേക്ക് സന്നിവേശിപ്പിക്കാനും പുനഃപ്രവേശനം നടത്താനും സാധിക്കുമെന്ന മൗഢ്യധാരണയാൽ മയ്യത്തുകളെ കേടുപാടുകൾ കൂടാതെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും അങ്ങനെ ഒരു സംവിധാനം കിട്ടുന്ന ആദ്യവേളയിൽ അത് തനിക്ക് കിട്ടണം എന്നതിന്റെ പേരിൽ വലിയ വലിയ കോടിക്കണക്കിന് സംഖ്യകൾ വസിയ്യത്ത് പത്രത്തിൽ അതിനുവേണ്ടി നീക്കിവെച്ച വലിയ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകളും ലോകത്തുണ്ടത്രേ. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യർക്കെല്ലാവർക്കും മോഹമുണ്ട്. മരിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രായം വരാതിരുന്നെങ്കിൽ, ജരാനരകൾ ബാധിക്കാതിരുന്നെങ്കിൽ എന്ന് മോഹിക്കാത്ത മനുഷ്യന്മാരില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയുണ്ടായി, യഹ്റമു ഇബ്നു ആദം വതശിബ്ബു മിൻഹു സനതാനി അൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉംരി. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ വയോവൃദ്ധനായിക്കൊണ്ടിരിക്കും. ആണായാലും പെണ്ണായാലും നാൾക്ക് നാൾ അവന്റെ ശരീരം ശോഷിക്കുകയാണ്. അവന്റെ കണ്ണുകൾ കുഴിഞ്ഞു പോവുകയാണ്. അവന്റെ ഓജസ്സും തേജസ്സുമെല്ലാം നഷ്ടമാവുകയാണ്. അവന്റെ ചുറുചുറുക്കും ചോരത്തിളപ്പുമെല്ലാം വിനഷ്ടമാവുകയാണ്. അങ്ങനെ അവൻ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോഴും രണ്ട് കാര്യങ്ങൾ അവനിൽ യൗവനം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. വയസ്സെത്ര കൂടിയാൽ എന്താണ്? മനുഷ്യനിൽ രണ്ട് കാര്യങ്ങൾക്ക് എന്നും 16 രണ്ട് കാര്യങ്ങൾക്കെന്നും അവന്റെ മനസ്സിൽ വലിയ ആഗ്രഹമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൽ ഹിർസു അലൽ മാലി, പണത്തോടുള്ള ആഗ്രഹത്തിന് പ്രായമാകാറില്ല. പണത്തോടുള്ള ആഗ്രഹത്തിന് എന്നും 16 തന്നെ. പണമുണ്ടാകണം, പണം ഉണ്ടാകണം എന്ന മോഹത്തിന് ഒരിക്കലും വയസ്സാകുന്നില്ല. വൽ ഹിർസു അലൽ ഉംരി, ആയുസ് കൂടുതൽ കിട്ടണേ.
ഒരുപാട് കാലം ഇവിടെ ജീവിക്കണേ എന്ന് മോഹിക്കാത്ത ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. അപ്പൊ പ്രായം എത്ര കൂടിയാലും മനുഷ്യന് വാർദ്ധക്യം എത്ര തന്നെ വന്നാലും ഈ രണ്ട് മോഹത്തിന് അഥവാ ധനമോഹത്തിനും ജീവിതമോഹത്തിനും എന്നും വലിയ യൗവനം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ ആ മോഹം കൊണ്ട് കാര്യമുണ്ടോ? ആ മോഹം കൊണ്ട് നമുക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ? ഇല്ലല്ലോ. ഈ ലോകത്ത് എപ്പോഴാണ് ഇവിടെ പറയേണ്ടി വരിക എന്നറിയില്ലല്ലോ. ഏത് സന്ദർഭത്തിലും മരിക്കാനുള്ളവരാണ്. എല്ലാവരും മരിക്കാനുള്ളവരാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി. ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ പലപ്പോഴും നമ്മൾ സമാധാനിക്കുകയാണ്. പ്രായത്തെ മാനദണ്ഡമാക്കിയിട്ട് നമ്മൾ സമാധാനിക്കാറുണ്ട്. പ്രായത്തെ മാനദണ്ഡമാക്കിയിട്ട് സമാധാനിക്കാറുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളെ മാനദണ്ഡമാക്കിയിട്ട് പലപ്പോഴും നമ്മൾ സമാധാനിക്കുകയാണ്. ആരോഗ്യത്തെ മാനദണ്ഡമാക്കിയിട്ട് സമാധാനിക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് മെമ്പർമാരൊക്കെ മരിച്ചുപോയ വയസ്സ് നോക്കിയിട്ട് നമ്മൾ സമാധാനിക്കാറുണ്ട്. വാസ്തവത്തിൽ അതെല്ലാം മൗഢ്യമാണ്. എന്റെ വല്ലിപ്പ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്, എന്റെ ഉപ്പ മരിച്ചത് എപ്പോഴാണ്, അത് കണക്ക് കൂട്ടിയിട്ട് ഞാൻ സമാധാനിക്കണോ? അതല്ലെങ്കിൽ എന്റെ ശരീരത്തിന് രോഗമില്ലല്ലോ, രോഗം വന്നിട്ടല്ലേ മരിക്കുന്നത് എന്ന് ചിന്തിക്കണോ? അതല്ലെങ്കിൽ എത്രയോ രൂപത്തിലുള്ള ആളുകൾ, എന്റെ എത്രയോ പ്രായ കൂടുതലുള്ള ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്കിനിയും ആയുസ്സുണ്ടെന്ന് ചിന്തിക്കണോ? ഒരിക്കലും ആ നിലക്കൊരു ഗ്യാരണ്ടിയുമില്ലാത്ത മനുഷ്യനെന്ന് പറയുന്ന ഈ പ്രതിഭാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനോട് പറയുന്നത് എന്താണ്? തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഓ മനുഷ്യ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവരോടും ഇസ്ലാമിന് പറയാനുള്ളത്, ദുന്യാവിൽ നീ ജീവിക്കുന്ന കാലം, നിനക്ക് കിട്ടുന്ന സെക്കൻഡുകൾ, നിനക്ക് കിട്ടുന്ന മിനിറ്റുകൾ, നിനക്ക് കിട്ടുന്ന മണിക്കൂറുകൾ, നിനക്ക് കിട്ടുന്ന ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. ഒരു കാര്യത്തിനും നീ പിന്നെയാവാമെന്ന് നീട്ടിവെക്കണ്ട. ഫഇന്നക ലാ തദ്രീ, കാരണം നിനക്കറിയില്ല മനുഷ്യ, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഇപ്പൊ നമ്മളൊക്കെ മഗ്രിബ് നിസ്കരിച്ച് ഇപ്പൊ രാത്രിയിലാണുള്ളത്. ഈ രാത്രിയിൽ നീ അങ്ങട്ട് സമയത്തിൽ എത്തിക്കഴിയുമ്പോ നിനക്ക് ഉറപ്പില്ലല്ലോ. നിനക്കെന്തുറപ്പാണ് മനുഷ്യ ഉള്ളത്? എനിക്കെന്തുറപ്പാണുള്ളത്? ഹൽ തഈശു ഇലൽ ഫജ്രി, നാളത്തെ സുബഹിക്ക് എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാനാകുമോ? നാളത്തെ ഫജ്ർ വരെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ? എന്തുറപ്പാണുള്ളത്? അതുകൊണ്ട് അത് നീ മാനദണ്ഡമാക്കണ്ട. ഇനി നീ രോഗമുള്ള ആളുകളെ കണ്ട് നീ സമാധാനപ്പെടണ്ട. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. എത്രയോ ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യന്മാര്, നല്ല നല്ല സുമുഖരായ ചെറുപ്പക്കാര്, നല്ല നല്ല യുവാക്കൾ യുവതികള്, മാത മിൻ ഗൈരി ഇല്ലത്തിൻ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് നിന്റെ അറിവോടുകൂടെ എത്രയോ യുവാക്കളും യുവതികളും ഒരു രോഗവുമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ മരിച്ചുപോയത് നീ കണ്ടിട്ടില്ലേ? അതേ അവസരത്തിൽ വകം മിൻ സഖീമിൻ, എത്രയോ രോഗികളെ നീ നിന്റെ മുമ്പിൽ കാണാറില്ലേ? ആശ ഹീനം മിനദ് ദഹ്രി, എത്രയോ കാലമായിട്ട് ഓർമ്മയില്ല, കിടന്ന കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം, ബോധം പോയിട്ട് കാലം എത്രയോ ആയി, ശരീരം മളക്കാൻ പോലും കഴിയുന്നില്ല. ഇതാ ഇപ്പൊ മരിക്കുമെന്ന് ലോകം വിധി എഴുതിയിട്ടുള്ള എത്രയോ ആളുകളെന്ന് ഹോസ്പിറ്റലുകളിലൂടെ വീടുകളിലൂടെയൊക്കെ ദീർഘകാലമായി അവരിങ്ങനെ ജീവിച്ചിരിക്കുന്നതും നീ കാണുന്നില്ലേ? അതുകൊണ്ട് മരിക്കണമെങ്കിൽ രോഗം വേണമെന്ന ബോധം നിനക്ക് വേണ്ട. ആരോഗ്യമുള്ള സമയത്തും നിന്റെ റൂഹ് അല്ലാഹു പിടിച്ചേക്കും. അതുകൊണ്ട് ഒരുങ്ങിക്കോ മരണത്തിനെന്ന് പറയുന്നു.
മാത്രമല്ല വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ലഹിയാ, എത്രയോ ചെറുപ്പക്കാരതാ വൈകുന്നേരവും പ്രഭാതത്തിലുമൊക്കെ അവരതാ സിനിമ കണ്ടുകൊണ്ടും വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ടും ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടും അള്ളാഹുവിന് വെറുപ്പുള്ള ജീവിതം ജീവിക്കുന്നു. പ്രഭാതത്തിലാണെങ്കിലും പ്രദോഷത്തിലാണെങ്കിലും ധിക്കാരികളായി തോന്നിവാസികളായി വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തെമ്മാടികളായി ജീവിക്കുമ്പോ ആ യുവാക്കളും യുവതികളും അടങ്ങുന്ന സമൂഹം അവരെന്തേ ഓർക്കാതെ പോയത്? വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ, അവൻ മരിച്ചു ചൂടാറി കഴിയുമ്പോ അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്യാനുള്ള കഫൻ പുടവയതാ അടുത്ത തുണി ഷോപ്പിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവനതറിയുന്നില്ലല്ലോ. തന്നെ പൊതിയാനുള്ള കഫൻ പുടവ പോലും ദുന്യാവിൽ റെഡിയായിട്ടാണോ ഞാൻ അള്ളാഹ്ക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെന്തേ മനുഷ്യൻ ആലോചിക്കാത്തതെന്താ പറയുന്നത്? ഇനിയും പറയുകയാണ് ചിന്തിക്കാൻ വേണ്ടി. വകമ്മിൻ സാകിനിൻ ഇൻദസ്സബാഹി ബിഖസ്രിഹി വഇൻദൽ മസാഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. ചിന്തിച്ചോളൂ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ എത്രയോ ആളുകളതാ തന്റെ സുഖസമ്പൂർണമായ വീടിന്റെ മട്ടുപ്പാവിൽ തന്റെ വീടിന്റെ എല്ലാ സൗകര്യങ്ങളുടെയും അകത്ത് അവനിങ്ങനെ താമസിക്കുമ്പോ അവൻ ആലോചിച്ചു നോക്കണ്ടേ? വഴിന്തൽ മസാ, അതേ മനുഷ്യനതാ വൈകുന്നേരമായപ്പോഴേക്ക് അവനായിപ്പോയല്ലോ മിൻസാക്കിനിൽ ഖബ്രി, ഖബറിലെ നിവാസിയായി പോയില്ലേ? ഇത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളം എപ്പോഴാണ് വരിക എന്നറിയില്ല, ഏത് ഘട്ടത്തിലാണ് വിളി എന്നറിയില്ല. അതുകൊണ്ട് തന്നെ പ്രായം മാനദണ്ഡമാക്കണ്ട, ആരോഗ്യം മാനദണ്ഡമാക്കണ്ട, രോഗം മാനദണ്ഡമാക്കണ്ട. അള്ളാഹുവിന്റെ വിളിയാളം എപ്പോ ഉണ്ടായാലും അതെപ്പോഴാണോ ആ സമയത്ത് അത് സ്വീകരിക്കേണ്ടവരാണ്. ഈ ലോകത്ത് എത്ര നല്ല മനുഷ്യവരാണെങ്കിലും ഈ ലോകത്ത് നിത്യമായി താമസിക്കാൻ മരണമില്ലാത്ത ഒരു ജീവിതം ഒരാൾക്കുമില്ലല്ലോ. അല്ലാഹയല്ലാതെ എല്ലാം മരിക്കാനുള്ളവരാണ്. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് ഏതെങ്കിലും മഹാന്മാര് ഒരിക്കലും മരിക്കില്ല, ശാശ്വതത്വം ആർക്കെങ്കിലും നൽകപ്പെടുകയായിരുന്നുവെങ്കിൽ അതിനേറ്റവും യോഗ്യനായത് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. പക്ഷേ ആ പ്രവാചകനും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഓ നബിയേ, നിങ്ങളും മരിക്കേണ്ടവനാണ്, അവരും മരിക്കുന്നവരെ തന്നെ, എല്ലാവരും മരിക്കേണ്ടവരാണ്. പക്ഷേ എവിടെ വെച്ച് മരിക്കുമെന്നൊരാൾക്കും അറിയില്ലല്ലോ. അതല്ല പറഞ്ഞതുമാണല്ലോ, മാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂതു. ഏത് പ്രദേശത്ത് വെച്ചാണ് മരിക്കുന്നത് എന്നൊരാൾക്കും അറിയില്ലല്ലോ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന് അറിവുണ്ട് എവിടെ വെച്ച് മരിക്കണമെന്ന്, എവിടെ വെച്ച് റൂഹ് പിടിക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട്. ആ തീരുമാനമുള്ള മണ്ണിലേക്ക് ഞാൻ എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഒരിക്കലും ഞാൻ എത്തിപ്പെടാൻ ചാൻസ് ഇല്ലാത്തത്ര ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും അല്ലാഹു എവിടെ വെച്ചാണോ മരണം കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അവിടേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഫീഹാ ഹജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഏതെങ്കിലും മണ്ണിൽ വെച്ച് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകാൻ ഒരു അത്യാവശ്യം അവന്റെ മനസ്സിൽ അല്ലാഹ് ഉണ്ടാക്കി കൊടുക്കുന്നു. എവിടെ വെച്ച് ഞാനും നിങ്ങളും മരിക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട്.
അതെവിടെയായിരിക്കണം? ഇന്ത്യയിലാണോ? അതല്ല മറ്റു രാജ്യങ്ങളിൽ വെച്ചാണോ? അതോ നടുറോട്ടിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ? ആ രൂപത്തിലാണോ? ഏത് രൂപത്തിലാണ് മരിക്കേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിലും അല്ലാഹുവിന് തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ സമയം അങ്ങ് എത്തിക്കഴിയുമ്പോ അല്ലാഹു അതാ ജഅല ലഹു മിൻഹാ ഹാജ, അവിടെ അതാ അല്ലാഹു അങ്ങോട്ട് ഒരാവശ്യം അങ്ങ് നിശ്ചയിച്ചു തരികയാണ്. നമ്മൾ പറയും അയാൾ മരിക്കാൻ വേണ്ടി വന്നതാ. നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ അവര് ഗൾഫ് കാണണമെന്ന് മോഹിച്ചുകൊണ്ട്, ഗൾഫ് രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന് മോഹിച്ചുകൊണ്ട്, ഒരു കൊച്ചു ഭവനമുണ്ടാക്കണമെന്ന് മോഹിച്ചുകൊണ്ട്, പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് മോഹിച്ചുകൊണ്ട്, കുടുംബത്തെ പ്രാരാബ്ധത്തിൽ നിന്ന് കരകയറ്റണമെന്ന് മോഹിച്ചുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ട് ഇവിടെ വന്ന് എത്രയോ പ്രവാസികളതാ വന്നതിന്റെ പിറ്റേന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോ മരണപ്പെട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ബാത്റൂമിൽ പ്രവേശിച്ചപ്പോ തലയടിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടില്ലേ? അതുപോലെ തന്നെ കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ? എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ? ഫ്ലൈറ്റിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ അങ്ങോട്ട് കുടുംബത്തവര് നോക്കി കാണാൻ വേണ്ടി ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടെ ലഗേജുകളുമായിട്ട് അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ തന്റെ കുടുംബത്തെയും കൊണ്ട് പോകുമ്പോ വീട്ടിലേക്ക് എത്താനാവാതെ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ? എവിടെ വെച്ച് മരിക്കണം എന്ന തീരുമാനം റബ്ബിനുണ്ട്. അവിടെ വെച്ചത് നടന്നേ തീരൂ. അതിനേക്ക് അല്ലാഹു അങ്ങ് കാരണമുണ്ടാക്കുകയാണ്. എന്റെ മരണം നിശ്ചയിക്കപ്പെട്ട ഡേറ്റിന് ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തു പോകും, അതിനുള്ള സംവിധാനം ഞാൻ ചെയ്യും, ഞാൻ അതിനു വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കും. അള്ള നിശ്ചയിച്ച സ്പോട്ടിൽ അങ്ങ് മരിച്ചു വീഴണ്ടേ? അള്ള നിശ്ചയിച്ച അതേ സെക്കൻഡിൽ മരിച്ചു വീഴേണ്ടതില്ലേ? അവിടേക്ക് തന്നെ എത്തിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതൊന്നുമോർത്ത് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. എവിടെ വെച്ച് മരിച്ചാലും, ഏത് പ്രദേശത്ത് വെച്ച് മരിച്ചാലും നമുക്കുണ്ടാകേണ്ട ആഗ്രഹം ഒന്ന് മാത്രമാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല മുഖ്യ വിഷയം, അതല്ല എങ്ങനെ മരിക്കുന്നു എന്നതാണ്. അതാണ് പ്രധാനം. ആ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തതാ അല്ലാഹു അതിന് നിശ്ചയിച്ച സംവിധാനങ്ങളുണ്ട്. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫദതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. തന്റെ അടിമകളുടെ മുകളിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളയാണ്. അള്ളയാണ് തീരുമാനമെടുക്കുന്നത്. അള്ളയാണ് എല്ലാവരെയും അടക്കി ഭരിക്കുന്നത്. എത്ര വലിയ ലോകത്തിന്റെ എല്ലാ ആധിപത്യവും തന്റെ കയ്യിലാണെന്ന് അഹങ്കരിക്കുന്ന രാജാവാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും എല്ലാവരും പടച്ച റബ്ബാകുന്ന ഖാഹിറിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, ആ ഹഫളത്തിന്റെ മുമ്പിൽ, ആ മലായികത്തുകളുടെ മുമ്പിൽ കിടന്നു കൊടുക്കാതെ തരമില്ല. അങ്ങനെയുള്ള ആ റബ്ബ് വയുർസിലു അലൈക്കും ഹഫളതൻ, പ്രത്യേകമായിട്ട് അള്ള നിങ്ങളിലേക്കതാ കാവൽക്കാരായ മലക്കുകളെ അള്ള നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ അള്ള പറയുകയാണ്, മരണം വരുമ്പോ ഒരു കാവൽക്കാരും അവിടെയില്ല. മരണത്തില്ലെന്ന് നമ്മെ രക്ഷിക്കാൻ ഒരാളുമില്ല. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ. നിങ്ങളിൽ ഒരാൾക്ക് മരണം ഹാജരാകുന്ന നേരത്ത് തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ അവനെ മരിപ്പിക്കുന്നു. അവന്റെ ആത്മാവിനെ പരിപൂർണമായും അങ്ങ് ഏറ്റുവാങ്ങുകയാണ്. ആത്മാവിനെ പരിപൂർണമായും അങ്ങ് പിടിച്ചെടുക്കുകയാണ്. വഹും ലാ യുഫർരിതൂൻ. അല്പം പോലും ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നവരല്ല ഈ മലക്കുകൾ. ആരുടെ കെഞ്ചലിനും, ഒരാളുടെ അപേക്ഷക്കും, ഒരാളുടെ അട്ടഹാസത്തിനും, ഒരാളുടെ നിലവിളിക്കും കാതു കൊടുക്കുന്നവരല്ലല്ലോ ഈ മലക്കുകൾ. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കൽപ്പിക്കപ്പെട്ടതെന്താ
കർമ്മമാണെങ്കിൽ കൽപ്പിക്കപ്പെട്ട സമയത്തങ്ങ് നിർവഹിക്കലാണ് മലക്കുകൾ ചെയ്യാറുള്ളത്. എതിര് ചെയ്യാൻ അവർക്കറിയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് മുന്തിച്ചിടാനോ ഒന്ന് പിന്തിച്ചിടാനോ നിയമമില്ല, അവകാശമില്ല, സാധ്യതയില്ല. ആ നിലക്കാണ് എല്ലാവർക്കും മരിക്കേണ്ടത്. ആ മരണത്തിന്റെ രംഗം അതാ വിശുദ്ധ ഖുർആൻ പറയുന്നതിന്റെ മുമ്പേ, ആ വിശദീകരണം പറയുന്നതിന്റെ മുമ്പേ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അതിന്റെ അല്പം വെച്ച് സുദീർഘമായ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഒരു സഹാബിയെ ഖബറടക്കാൻ വേണ്ടി ഖബറിന്റെ സമീപത്തേക്ക് റസൂലും സഹാബത്തും വന്നിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് നോക്കുന്നുണ്ട്, ആകാശത്തേക്ക് നോക്കുന്നുണ്ട്, ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. ഒരു കൊള്ളിക്കമ്പ് റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് എന്തോ വലിയ ചിന്ത ഇങ്ങനെ മനസ്സിൽ വരും പോലെ, വലിയ ഗൗരവപ്പെട്ടതെന്തോ പറയാൻ ഭാവിക്കുന്നത് പോലെ അതിങ്ങനെ മണ്ണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിവരച്ചുകൊണ്ട് നബിതങ്ങൾ അവിടെ ഇരിക്കുന്നു, സഹാബിമാരും ഇരിക്കുന്നു. ആ ഇരുത്തത്തെ പറ്റി സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കും പോലെ, അഥവാ ഒരാളുടെ ശിരസിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അതവിടെ നിൽക്കട്ടെ എന്ന നിലയ്ക്ക് എത്രയും അവൻ മൗനിയായി അതല്ലെങ്കിൽ ഇളകാതിരിക്കുമോ അത്രത്തോളം ഭക്ത്യാദരവോടുകൂടി എന്തോ നേതാവിന് സംസാരിക്കാനുണ്ട്, എന്തോ ഗുരുതരമായ വിഷയം അവിടുത്തേക്ക് നമ്മളോട് പറയാനുണ്ട്, അതൊന്ന് കാതുകൂർപ്പിക്കണമല്ലോ എന്ന നിലക്ക് ഞങ്ങൾ എല്ലാം മടക്കി ഒതുക്കിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹിക്ക് ചുറ്റും ആ ഖബറിന്റെ സമീപത്തിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കണം ജനങ്ങളെ. 3 തവണ ആവർത്തിക്കുകയാണ്. ഖബറിലെ ശിക്ഷ സഹിക്കാനാവില്ല കേട്ടോ, നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണേ. ആ ആമുഖം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് അവിടുന്ന് പറയുന്നത്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി അതാ സ്വഹാബത്തിനോട് പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസിയുടെ മരണത്തെയാണ് അവിടുന്ന് പറയുന്നത്, കാഫിറിന്റെ മരണത്തെയുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എവിടെ വെച്ചാ സാന്ദർഭികമായിട്ടാ പറയുന്നത്? അതാ ഖബറിലേക്ക് മുഅ്മിനായ സ്വഹാബിയെ വെക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്ത് അതാ വിശ്വാസികളുടെ മനസ്സിലേക്ക് നന്നായി ഈ പറയാൻ പോകുന്ന വിഷയമങ്ങ് തുളഞ്ഞു കയറുന്ന നേരമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിശദീകരിക്കുന്നു, ഖിയാമത്ത് നാൾ വരേക്കുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും സർവ്വ മുസ്ലിമത്തിനും വളരെ ചിന്തിക്കാൻ മാത്രം അവിടുന്ന് പറയുകയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. ഒരു സത്യവിശ്വാസിയായ അടിമ, മുഅ്മിനുകളായ അടിമകളാണെങ്കിൽ അള്ളാഹു നമ്മളെയെല്ലാം അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബിതങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ അടിമ ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്ന നേരത്ത് വഇഖ്ബാലിൻ മിനൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള അവന്റെ പുറപ്പാട് അടുക്കുന്ന നേരത്ത് നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് അതാ മലക്കുകൾ ഇറങ്ങുകയായി. നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പച്ചയായി നമ്മുടെ മുമ്പിൽ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണും പോലെ അവിടുന്ന് വരച്ച് കാണിക്കുന്നു. അതാ മലക്കുകൾ ഇറങ്ങുകയായി. നമ്മൾ മരിക്കുന്ന നേരമാ പറയുന്നത്. ബീഉൽ വുജൂഹി, വിശ്വാസിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മുമ്പിലേക്ക് മലക്കുകൾ വരുന്ന വേഷമാ പറയുന്നത്. ബീഉൽ വുജൂഹ്, മുഖമെന്ത് ശോഭയാണ്, മുഖമെത്ര സുന്ദരമാണ്, മുഖമെത്ര പ്രസന്നമാണ്. ഭംഗിയുള്ള മുഖത്തോടുകൂടി സുമുഖന്മാരായിട്ട് മലക്കുകൾ മുഅ്മിനിനെ സമീപിക്കുന്നു. കഅന്ന വുജൂഹഹുമുശ് ശംസു, സൂര്യ സമാനമാണ് അവരുടെ മുഖങ്ങൾ, ഇങ്ങനെ ശോഭയാൽ കത്തിവെട്ടി തിളങ്ങുന്നു. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന.
എന്തുമായിട്ടാണ് ഈ മലക്കുകൾ വരുന്നത്? ഈ സുന്ദരന്മാരായ മലക്കുകൾ മുഅ്മിനിന്റെ റൂഹ് പിടിക്കാൻ വന്നതാണ്. അവരുടെ കയ്യിൽ എന്തുണ്ട്? അവരുടെ കൂടെ കഫനും മിന്ന കഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫൻ പുടവയുണ്ട്. സ്വർഗീയമായ കഫൻ പുടവയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗീയ അത്തറുമായിട്ടാണ് വന്നിരിക്കുന്നത്. മയ്യത്തിനെ സംസ്കരിക്കുമ്പോ ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലും മയ്യത്തിന്റെ ശരീരത്തിലുമൊക്കെ പുരട്ടിക്കൊടുക്കാറുള്ള സുഗന്ധമാണ് ഹനൂത്ത് എന്ന് പറയുന്നത്. ഇതാ സ്വർഗീയ സൗരഭ്യം പരത്തുന്ന അതാ പ്രത്യേകമായ സുഗന്ധം കൊണ്ടാണ് മലക്കുകൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഹത്തായ ജിൽസൂ മിൻഹു ബദ്ദ ബസരിഹി, ഈ മുഅ്മിനായ മനുഷ്യൻ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവൻ അവരെ ഇങ്ങനെ കാണുന്ന നിലക്ക് മലക്കുകൾ ഇരിപ്പുറപ്പിച്ചു പോയി. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനായ മനുഷ്യൻ അയാളിങ്ങനെ അയാളുടെ കണ്ണ് കാണുന്ന സ്ഥലത്ത് മുഴുവനും റഹ്മത്തിന്റെ മലക്കുകളാണ്. സുമ്മയജീഉ മലക്കുൽ മൗത്തി അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് എത്തിയിട്ടില്ല. അതിന്റെ മുന്നോടിയായിട്ട് മുഅ്മിനിനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ സ്വർഗീയ പുടവയും സ്വർഗീയ സുഗന്ധവുമായി വിശ്വാസിയുടെ റൂഹ് ഏറ്റുവാങ്ങാൻ വന്ന മലക്കുകളാണ്. അവരതിന്റെ മുന്നോടിയായി വന്ന റഹ്മത്തിന്റെ മലക്കുകളാണ്. പിന്നീടതാ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരവായി. ഹത്താ യജ്ലിസ ഇൻദ റഅ്സിഹി, സത്യവിശ്വാസിയുടെ തലയുടെ ഭാഗത്ത് ഇരിപ്പുറപ്പിക്കുന്നു. അന്ന് ഇതുവരെ കാണാത്ത പല കാഴ്ചകളും നമ്മൾ കാണുകയായി. ഇന്ന് വരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല. ഇന്ന് വരെ നമ്മൾ മലക്കുകളുടെ ശബ്ദം എന്തെന്നറിഞ്ഞിട്ടില്ല. ഇന്ന് വരെ മലക്കുകളുടെ ഒരു രൂപവും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ മരണത്തിന്റെ നേരമെത്തുമ്പോ നമ്മൾ കാണുകയായി. വിശ്വാസീയത റഹ്മത്തിന്റെ മലക്കുകളെ സന്തോഷത്തോടുകൂടെ കാണുന്ന ദൂരത്ത് മുഴുവനും റഹ്മത്തിന്റെ മലക്കുകൾ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. തന്റെ തലഭാഗത്ത് മലക്കുൽ മൗത്ത് വന്ന് സന്നിഹിതരായിരിക്കുന്നു. എന്നിട്ട് ആ മലക്കുൽ മൗത്ത് പറയുകയാണ്, അയ്യത്തുഹൻ നഫ്സുത് ത്വയ്യിബ. റിപ്പോർട്ടിലുള്ളത് അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം കിട്ടിയ പരിശുദ്ധമായ ആത്മാവേ, ഖുർജി, പുറപ്പെട്ടാലും പുറത്തേക്ക് വന്നാലും പുറപ്പെട്ടാലും ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് വന്നാലും, വരിദ്വാനിൻ, അല്ലാഹുവിങ്കൽ നിന്നുള്ള ആ തൃപ്തിയിലേക്ക് വന്നാലും. മലക്കുകൾ പറയുകയാണ്, സത്യവിശ്വാസിയുടെ ആത്മാവിനെ അതാ സ്വാഗതമരുളുകയാണ്. പുറത്തു വന്നോളൂ, പേടിക്കണ്ട കേട്ടോ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കാണ് പോകേണ്ടത്, അവന്റെ സംതൃപ്തിയിലേക്കാണ് പോകാനുള്ളത് എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതഖ്റുജു, ആത്മാവ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ഒരു വിഷമവും മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകാനില്ല. ഒരു വിഷമവും മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയാനില്ല. അവനതാ പുറത്തേക്ക് അവന്റെ റൂഹ് ഇറങ്ങുകയായി. തസീൽ, അതിങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്, ഒലിച്ചിറങ്ങുന്നു. കമാ തസീലുൽ ഖുത്റതു മിൻ ഫീ സിഖാ, ഒരു കൂജയിൽ നിറച്ച വെള്ളമതാ ആ കൂജ ഇങ്ങ് ചരിച്ചു പിടിക്കുമ്പോ കൂജയിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ സന്തോഷത്തോടെ ഒഴുകിയിറങ്ങും പോലെ മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് റൂഹദാ സന്തോഷത്തോടെ ഇറങ്ങുന്നു. മലായികത്തുകൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർഗീയ കഫൻ പുടവയിൽ പൊതിയുന്നു. ഇനി സുദീർഘമായിട്ട് അതിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, അത് അതിന്റെ സ്ഥലത്ത് നമുക്ക് വിശദീകരിക്കാം. ഇത് മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്ന രൂപമാണ്. സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കുന്ന രൂപമാണ് ഈ പറഞ്ഞത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ
തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് അല്ലാഹു ഈ പറയുന്നത്? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കൂ. അല്ലാഹുവാണ് നമ്മുടെ റബ്ബെന്ന് പറഞ്ഞവർ അള്ളയാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുക മാത്രമല്ല, അത് പറയാൻ എന്തെളുപ്പമാണ്. നമ്മളൊക്കെ പറഞ്ഞവരാണ്. ലോകത്ത് പലരും അള്ളയാണ് റബ്ബെന്ന് പറഞ്ഞവരാണ്. അബൂജഹിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും അങ്ങനെ പറഞ്ഞവരാണ്. പക്ഷേ റബ്ബുനല്ലാ എന്ന വാക്കുകൊണ്ട് കാര്യമില്ലല്ലോ. അതനുസരിച്ചുകൊണ്ട്, ആ വാക്കിനനുസരിച്ച് സുമ്മസ്തഖാമൂ, അതനുസരിച്ച് ജീവിതത്തെ ചൊവ്വാക്കി നടത്തിക്കൊണ്ടുപോയവർ. അള്ളയാണ് റബ്ബെന്ന ബോധത്തോടെ ജീവിക്കണം. അള്ളയാണ് എനിക്ക് കണ്ണ് തന്നതെന്ന ബോധത്തോടെ കണ്ണിനെ നിയന്ത്രിക്കണം. അള്ളയാണ് എന്റെ കാത് തന്നതെന്ന ബോധത്തോടെ കാത് നിയന്ത്രിച്ചവൻ. അള്ള തന്ന നാവാണ് ഹറാമ് പറയരുതെന്ന് ചിന്തിച്ചവൻ. അള്ള തന്ന ശരീരമാണ് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് ചെയ്തു പോകരുതെന്ന് ചിന്തിച്ചവൻ. അങ്ങനെ റബ്ബായിട്ട് അള്ളാഹിനെ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, റബ്ബിനെതിരായി ഈ ശരീരം കൊണ്ട് ഓർമ്മയുള്ളയിടത്തോളം ഒന്നും ചെയ്യില്ല റബ്ബേ എന്ന ബോധത്തോടെ ജീവിച്ച മഹാന്മാർ അല്ലാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. ആ മഹാന്മാരായ ആളുകളുടെ മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരവായി. എന്നിട്ടവര് പറയുകയാണ്, പിരിഞ്ഞു പോകുമ്പോ ഒരു പേടിയില്ലേ? എന്താണ് വരാനിരിക്കുന്നത് എന്ന പേടിയുണ്ട്. തന്റെ വീട്ടിൽ വിട്ടേച്ച് പോകുന്ന കുഞ്ഞൻ കുട്ടികൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, അവരെ കുറിച്ച് ഭീതിയില്ലേ? മലക്കുകൾ അവരോട് പറയുകയാണ്, അല്ലാ തഖാഫൂ, ഭാവിയിൽ എന്ത് വരാനിരിക്കുന്നു എന്നോർത്ത് പേടിക്കണ്ട കേട്ടോ. വലാ തഹ്സനൂ, ദുന്യാവിലെ കാര്യമോർത്തിട്ടും നിങ്ങൾ ദുഃഖിക്കണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട. വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു. മാത്രമല്ല, പിന്നെ എന്താണ് അവരോട് പറയുന്നത്? സങ്കടം വേണ്ട, ദുഃഖം വേണ്ട. വാബുശിറു, മരിച്ച് സന്തോഷിക്കേണ്ട ദിവസമാണിന്ന് നിങ്ങൾക്ക്. ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ. അല്ലതീ കുന്തും തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും നിങ്ങളുടെ മിത്രങ്ങളാണ്. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് വിശ്വാസികളെ. മാ തസ്തഹീ അൻഫുസുക്കും, നിങ്ങൾ മോഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെയുണ്ട് കേട്ടോ. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് മാ തദ്ദഊൻ, ആവശ്യപ്പെടുന്നതെന്തും നിങ്ങൾക്ക് അവിടെയുണ്ട് കേട്ടോ. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണികനായ എല്ലാം പൊറുക്കുന്ന നാഥന്റെ വിരുന്നാണ് സ്വർഗം കേട്ടോ. അവന്റെ വിരുന്ന് സൽക്കാരമാണ് നിങ്ങൾക്ക് സ്വർഗത്തിലുള്ളത്. പുറപ്പെട്ടോളൂ, അവന്റെ സ്വർഗത്തിലേക്ക് നീങ്ങിക്കോളൂ. ആ സന്തോഷത്തിന്റെ വാർത്തയുമായി കൊണ്ട് അതാ റഹ്മത്തിന്റെ മലക്കുകൾ അവനെ സമീപിക്കുന്നു. ആ നല്ല നല്ല രംഗങ്ങൾ കണ്ടുകൊണ്ട് അവന്റെ ആത്മാവിനിറങ്ങാനൊരു പ്രയാസമില്ല. വേദനയുണ്ട്, ശരിയാണ്. പക്ഷേ അതതാ അവന്റെ ശരീരത്തിൽ നിന്ന് കൂജയിൽ ഒരുക്കിയ ജലമിങ്ങനെ ഒഴുകിയിറങ്ങും പോലെ അതാ സുന്ദരമായി ഒഴുകിയിറങ്ങിപ്പോവുകയാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോളൂ. രണ്ടാമത്തൊരു ഈ ഭാഗമുണ്ട്. അള്ള നമ്മളെ അത്തരക്കാരിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വഇന്നൽ അബ്ദൽ കാഫിറാ, കാഫിറായ അടിമയാണെങ്കിൽ കാഫിർ തന്നെയാവണമെന്നില്ല. വഫീ റിവായത്തിനിൽ ഫാജിർ, തെമ്മാടിയായ മനുഷ്യനാണെങ്കിൽ അള്ളാനെ അവൻ സൂക്ഷിച്ചിട്ടില്ല. ഹറാം അവൻ ജീവിതത്തിൽ ജീവിച്ചവനാണ്. ഹറാമിന്റെ ജീവിതമാണ് അവൻ ജീവിച്ചത്. ഹറാമാണ് തിന്നത്, ഹറാമാണ് കണ്ടത്, ഹറാമാണ് കേട്ടത്, ഹറാമാണ് സമ്പാദിച്ചത്. ഹറാമിലൂടെ അല്ലാത്തൊരു ജീവിതം എത്ര ഉപദേശം കേട്ടാലും അതൊക്കെ വരുമ്പോ കാണാമെന്ന നിലക്ക് ധിക്കാരിയായി തെമ്മാടിയായി ജീവിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ, ആ രൂപത്തിലുള്ള തെമ്മാടികളാണെങ്കിൽ, ആ രൂപത്തിലുള്ള നിഷേധികളാണെങ്കിൽ മരണത്തിന്റെ നേരത്ത് ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ, അവൻ ദുനിയാവിൽ നിന്ന് പിരിയാൻ നേരത്ത്
ആഖിറത്തിലേക്ക് അവൻ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്ത് നസല ഇലൈഹി മിനസ്സമാ, അവന്റെ അടുക്കലേക്കും മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. എങ്ങനെയുള്ള മലക്കുകളാണ്? ഗിലാലുൻ ശിദാദ്, പരുക്കന്മാരായ കഠിനന്മാരായ മലക്കുകളാണ്. സൂദുൽ വുജൂഹ്, മുഖത്തിന് ശോഭയില്ല, കണ്ടാൽ തന്നെ മുഖം കണ്ടാൽ തന്നെ ഭീകര രൂപികളാണ്. കറുത്തിരുണ്ട് എന്തോ ചില പ്രത്യേകമായ രൂപത്തിലാണ്. ആ നിലക്ക് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ചില രൂപങ്ങൾ, കണ്ടാൽ തന്നെ ഭീതി തോന്നുന്ന ഒരു പ്രത്യേകമായ ഭീകര രൂപം പൂണ്ട മലക്കുകളായിക്കൊണ്ടാണ് കാഫിറിന്റെ അതുപോലെ തന്നെ ഫാജിറിന്റെ സമീപത്ത് മലക്കുകൾ വരുന്നത്. അവരുടെ കയ്യിലും ഉണ്ട് ചില വസ്ത്രങ്ങൾ. പക്ഷേ അതെവിടെ നിന്നാണ്? മഅഹുമുൽ മസൂഹ് മിനൻ നാരി, മഅഹുമുൽ മസൂഹ് മിനൻ നാരി, നരകത്തീയുള്ളെന്നുള്ള ചില പ്രത്യേകമായ വസ്ത്രങ്ങൾ അവരുടെ കൈകളിലുണ്ട്, അവരുടെ കൂടെയുണ്ട്. അത് കാണുമ്പോഴേക്ക് തന്നെ മനുഷ്യരതാ പേടിച്ചരണ്ട് പോവുകയായി. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസരി, നേരത്തെ പോലെ തന്നെ ഈ കാഫിറായ ഫാജിറായ മനുഷ്യനും അവന് കാണുന്ന ദൂരത്തെ മുഴുവനും ഈ ഭീകര രൂപത്തിലുള്ള മലക്കുകൾ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അവസാനമതാ മലക്കുൽ മൗത്തും ഹാദിറായി പോയി. എന്നിട്ട് പറയുകയാണ്, ഇതിങ്ങനെ കാണുമ്പോഴേക്ക് തന്നെ, ഈ രൂപത്തിലുള്ള രൂപങ്ങൾ കാണുമ്പോഴേക്ക് തന്നെ കാഫിറായ മനുഷ്യൻ, ഫാജിറായ മനുഷ്യൻ പേടിച്ചരണ്ടുപോയി. അവന്റെ റൂഹ് അവന്റെ ശരീരത്തിലൂടെ ഒളിച്ചു കളിക്കാൻ തുടങ്ങുന്നു. ആ ഘട്ടത്തിലതാ മലക്ക് വിളിച്ചു പറയുന്നു, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏ ചീത്തയായ ആത്മാവേ, അള്ള തന്ന ആയുസ്സും ആരോഗ്യവുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ള തന്ന ശരീരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് മുഴുവൻ കാണുകയും കേൾക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും തെമ്മാടിയായി ജീവിച്ച പെണ്ണേ, തെമ്മാടിയായി ജീവിച്ച ആണ്, ആരാവട്ടെ ആ ആത്മാവിനോട് പറയുകയാണ്, ഉഖ്റുജീ, പുറത്തേക്കിറങ്ങ്, ഇലാ സുഖ്തിൻ മിനല്ലാഹ്, അള്ളാന്റെ കോപത്തിലേക്ക്, അള്ളാന്റെ വെറുപ്പിലേക്കാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ഇത് കേൾക്കുമ്പോഴേക്ക് ആത്മാവത ശരീരത്തിൽ മുഴുവൻ പേടിച്ചരണ്ടുകൊണ്ട് ചുളുങ്ങിപ്പോവുകയാണ്. പുറത്തിറങ്ങാൻ തയ്യാറാകാത്ത നിലക്ക്, പുറത്തിറങ്ങാൻ പേടിക്കുന്ന നിലക്ക് ഒരു പോലീസുകാരനതാ കേടിയെ കണ്ടെത്തിയിട്ട്, കുറ്റവാളിയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ സമീപത്തേക്ക് എത്തിക്കഴിയുമ്പോ അവനിങ്ങനെ റൂമിന്റെ ഉള്ളിലേക്ക്, ഒളിത്താവളത്തിലേക്ക് ഒളിച്ചൊളിച്ച് ഇങ്ങനെ മോറിപ്പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോലെ ഇതാ പിടിക്കാൻ വേണ്ടി വന്ന മലക്കുകളെ കാണുമ്പോഴേക്ക് ആത്മാവ് ഓടിയൊളിക്കാൻ പോവുകയാണ്. ആത്മാവ് പരിഭ്രമിക്കുകയാണ്. ആ നേരത്തതാ വലിച്ചിറക്കാനുള്ള രൂപമാണ്. വിശ്വാസി സന്തോഷത്തോടെ ഇറങ്ങിയപ്പോ അവന്റെ റൂഹ് സന്തോഷത്തോടെ കൂജയിൽ നിന്ന് ഒഴുകുന്ന ജലസമാനമായ രൂപത്തിൽ അവന്റെ ആത്മാവിങ്ങനെ സമാധാനത്തോടെ ഒഴുകിയിറങ്ങിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോ, ഇവിടെ നിങ്ങൾ നോക്കൂ എന്താ സംഭവിക്കാൻ പോകുന്നത്. അല്ലാഹു കാക്കട്ടെ. ഫയൻതസിഉഹാ കമാ യൻതസിഉ സഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ. അതാ ആത്മാവിനെ അതാ മലക്കുകൾ ഊരിപ്പറിച്ചെടുക്കുകയാണ്, ഊരി വലിച്ചെടുക്കുകയാണ്. ഇരുമ്പിന്റെ ഒരു ദണ്ടിനാണ് സഫൂദ് എന്ന് പറയുന്നത്. അതിന്റെ നാലു ഭാഗത്തേക്കും കൊളുത്തുകളുള്ള, നാലു ഭാഗത്തേക്കും ഇങ്ങനെ കൊളുത്തുകളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ടെന്ന് ചിന്തിച്ചോളൂ. ആ ഇരുമ്പിന്റെ ദണ്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് എവിടെ? പഞ്ഞിക്കെട്ടിനകത്ത്. പിന്നീട് ആ പഞ്ഞിക്കെട്ടങ്ങ് നനച്ചാലോ, മിനസ്സൂഫിൽ മബ്ലൂൽ, നനയപ്പെട്ട നനഞ്ഞിട്ടുള്ള പഞ്ഞിക്കെട്ടിനകത്ത് നിന്ന് ഈ കൊളുത്തുകളുള്ള ഇരുമ്പിന്റെ ദണ്ട് വലിച്ചെടുക്കാൻ എത്ര ഊക്കുപയോഗിക്കണം, എത്ര ശക്തി വേണം? അത് വലിച്ചെടുക്കാൻ കഴിയുമോ? അത്രമാത്രം വളരെ പ്രയാസകരമായ നിലക്കാണ് കാഫിറിന്റെ ജീവൻ പോകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഈ ഒരവസ്ഥയിൽ നിന്നാണ്. ഇങ്ങനെ വരരുത്, ഇങ്ങനെ സംഭവിക്കരുത്, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തെക്കുറിച്ചാണ്. ആ ഘട്ടത്തിൽ ഇങ്ങനെ വലിച്ചൂരുകയാണ്.
ആ ഉരലിന്റെ കാഠിന്യം, ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളതാ ശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദനയുടെ ഘട്ടത്തിൽ അക്രമം പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് നബിയേ നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അത് സഹിക്കാനാവില്ല കേട്ടോ. വൽ മലായികത്തു ബാസിതൂ ഐദീഹിം, മലക്കുകളുടെ അവരുടെ കരങ്ങളെ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങാൻ മടി കാണിച്ച് പേടിച്ച രണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ചുളിപ്പോകുന്ന ആത്മാവിനോടതാ അഖ്രിജൂ അൻഫുസകും, ഇറങ്ങടോ പുറത്തേക്ക്, പുറത്തേക്കിറക്കടോ എന്ന കൃത്യമായ നിലക്കുള്ള ആ ഒരു ആക്രോശമാണ് മലക്കുകളുടെ ഭാഗത്ത് നിന്നുള്ളത്. എന്താ നിങ്ങൾക്കിന്ന് പുറപ്പെടാനൊരു മടി? അല്യൗമ, ഇന്നത്തെ ദിവസം തുജ്സൗന, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. അദാബൽ ഹൂനി, നിന്ദ്യമായ ശിക്ഷയിലേക്കാ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങളൊക്കെ ആരായിരുന്നോ? ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാന്റെ ദീനിനെ കുറിച്ച് കള്ളം പറഞ്ഞവരല്ലേ. അള്ളാനെ പറ്റി പറയാൻ പാടില്ലാത്തത് നിങ്ങൾ പറഞ്ഞില്ലേ. അള്ളാനെ പറ്റി നിങ്ങൾ പരിഹസിച്ചില്ലേ. അള്ളാന്റെ ദീനിനെ പറ്റി നിങ്ങൾ അരുതാത്തത് പറഞ്ഞവരാണ്. അതുകൊണ്ട് ഇറങ്ങൂ പുറത്തേക്ക്. മാത്രമല്ല വകുന്തും, നിങ്ങളായിരുന്നുവല്ലോ അന്നായാതിഹി, പടച്ച റബ്ബിന്റെ ആയത്തുകളൊക്കെ എന്ത് കേട്ടാലും അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിവിട്ടു എന്നതല്ലാതെ കിബിറന്മാരായിരുന്നില്ലേ. വകുന്തും അന്നായാതിഹി തസ്തക്ബിറൂൻ, നിങ്ങൾക്കൊരായത്ത് കേൾക്കുമ്പോ അരുത് സഹോദര, അങ്ങനെ ചെയ്യരുത്. അള്ളാന്റെ ഖുർആൻ അത് വിലക്കിയതാണ്, നബിതങ്ങളുടെ ഹദീസിൽ അത് വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ വല്ല മുസ്തക്ബിറാ, അഹങ്കരിച്ചുകൊണ്ട് തലതിരിക്കലല്ലേ നിന്റെ പരിപാടി. കല്ലം യസ്മൽഹാ, ഞാനൊന്നും കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ ആയത്ത് കേട്ടാലും ഹദീസ് കേട്ടാലും എന്ത് കേട്ടാലും എനിക്ക് കുലുക്കമില്ല എന്ന നിലക്ക് തെമ്മാടിയായി, ധിക്കാരിയായി, അഹംഭാവിയായി ജീവിച്ച മനുഷ്യ, അതിന്റെ തിക്തഫലം ഇന്ന് മുതൽ നീ അനുഭവിക്കാൻ പോകുന്നു. ഇറങ്ങൂ പുറത്തേക്ക്. ഇതാണ് ആ നിലക്കുള്ള അദാബിന്റെ മലക്കുകൾ അവനോട് പറയുന്നത്. ആ ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം സൂറത്തുൽ അംഫാലിലും അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദിലുമൊക്കെ പറയുന്നുണ്ട്. സമയദൈർഘ്യം ഭയന്നിട്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഘട്ടത്തിൽ മലക്കുകളതാ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തടിക്കുന്നുണ്ട്, പൃഷ്ഠഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട്, ശരീരത്തിൽ മുഴുവൻ മർദ്ദനം അഴിച്ചു വിടുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ നമ്മളാരും ഒരു കാഫിറാവട്ടെ, ഫാജിറാവട്ടെ, മുഅ്മിനാവട്ടെ, ആരുടെയും മരണത്തിന്റെ നേരത്ത് മലക്കുകളെ കണ്ടിട്ടില്ലല്ലോ, അടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നു, ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തത് അള്ളാന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും അടുത്തേക്ക് വരുന്ന മലക്കുകളെയും വിശ്വസിക്കേണ്ടതുണ്ട്. അവരടിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ലല്ലോ, അതിനൊന്നും അവിടെ പ്രസക്തിയേ ഇല്ല കേട്ടോ. മലക്കുകൾ അടിച്ചടിച്ചിട്ടാണ് കാഫിറിന്റെയും തെമ്മാടിയുടെയും ഒക്കെ റൂഹിനെ ശരീരത്തിൽ നിന്ന് വലിച്ചു പുറത്തേക്കിടുന്നത്. എന്നിട്ട് നരകീയമായ നിലക്കുള്ള പ്രത്യേകമായ ദുർഗന്ധം വമിക്കുന്ന ഒരു കഫൻ പുടവ, അതിലാണ് അവന്റെ ആത്മാവിനെ ഏറ്റുവാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത്. അത് സുദീർഘമായി മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് നമുക്കതിന്റെ സന്ദർഭത്തിൽ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഘട്ടത്തിലതാ മരണത്തിന്റെ നേരത്ത് നമ്മളിതൊന്നും കാണുന്നില്ലെങ്കിലും ആ വ്യക്തിയെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ നോക്കിക്കിടക്കുമ്പോ, നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതാ അദ്ദേഹം മരണത്തിന്റെ സക്കറാത്തിലാണ്. അദ്ദേഹത്തിന്റെ അവസാന ശ്വാസവും ഇങ്ങനെ പ്രയാസപ്പെട്ട് വലിച്ചു തീരുമ്പോ ആ ഘട്ടത്തെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അതാ റൂഹുൽ ഹുൽഖൂമിലെത്തി കഴിയുമ്പോ, തൊണ്ടക്കുഴിയിൽ റൂഹ് അവസാനം
അവസാനമായിട്ട് അവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. വഅൻതും ഹീനഇദിൻ തൻളുറൂന, നിങ്ങളൊക്കെ ആ മനുഷ്യനെ ഇങ്ങനെ നോക്കിക്കാണുന്നില്ലേ? പക്ഷേ അവന്റെ അടുക്കലേക്ക് ഇപ്പോ നിങ്ങളെക്കാളെല്ലാം അടുപ്പം ഞാനാണ് കേട്ടോ, നിങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അയാളിപ്പോ എല്ലാം കാണുകയാണ്. അയാൾ കണ്ണു തുടിക്കുന്നുണ്ട്. അയാളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മുഴുവനും പ്രകടമാണ്. അയാൾക്ക് ദുന്യാവിന്റെ ചിന്തകൾ പോയിട്ടുണ്ട്. അയാൾ നോക്കുന്നത് കുടുംബത്തെയല്ല, മക്കളെയല്ല അയാൾ നോക്കുന്നത്. അയാൾ പറയുന്നതൊന്നും ആ കാര്യങ്ങളല്ല. ദുന്യാവിന്റെ ബന്ധം വിട്ടുപോയി ആഖിറത്തിലേക്ക് റൂഹദ, ഇതുവരെ ഇല്ലാത്തൊരു കണക്ഷൻ അയാളുടെ റൂഹിന് ആത്മീയ ലോകത്തേക്ക് കിട്ടിപ്പോയി. ദുന്യാവെന്ന് പുറപ്പെടുന്ന നേരം മുതൽ ആഖിറവുമായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങ് വന്നുപോയി. ഇതുവരെ കാണാത്ത പലതും കാണുന്നു, ഇതുവരെ കേൾക്കാത്ത പലതും കേൾക്കുകയാണ്. ആ സമയത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. റൂഹങ്ങ് തൊണ്ടക്കുഴിയിലെത്തിപ്പോയി. ആരുണ്ടെന്ന് മന്ത്രിക്കാൻ, ആരുണ്ടെന്ന് രക്ഷപ്പെടുത്താൻ? ആ മനുഷ്യൻ തന്നെ ഉറപ്പിച്ചു പോയി, പിരിഞ്ഞു പോവുകയാണ്. ദുന്യാവ് അവസാനിച്ചിരിക്കുന്നു, ആഖിറത്തിലേക്ക് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. മുഫസ്സിരീങ്ങൾ ഇവിടെ പലതിലക്കും വിശദീകരിക്കുന്നു. എന്താണ് ഈ സാക്കും? സാക്കുമായിട്ട് കണങ്കാലുമായി കൂട്ടിപ്പിരിയുന്നു. ഒന്ന് മരണനേരത്തെ വേദനയുടെ കടുപ്പമാണ്, ഒന്ന് മരണത്തിന്റെ നേരത്തിലെ അസ്വസ്ഥതയാണ്. കൈകാലുകൾ ചുരുക്കുന്നു, നീട്ടുന്നു. കൈകാലുകൾ വേദന കൊണ്ട് കൂട്ടിപ്പിണയുകയാണ്, കണങ്കാലുകൾ കൂട്ടിപ്പിരിക്കുകയാണ്, സഹിക്കാനാവാത്ത വേദന കൊണ്ട്. അതേപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്ന മറ്റൊരർത്ഥം, ദുന്യാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും വളരെ കടുപ്പമുള്ള കാര്യങ്ങളാണല്ലോ. അത് രണ്ടും കൂടെ കൂട്ടിപ്പിണഞ്ഞ നേരത്ത് സഹിക്കാനാകുന്നില്ലല്ലോ, റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണല്ലോ. ആ ഒരു പ്രത്യേകമായ ഘട്ടം, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മലക്കുകൾ ആ സമയത്ത് ഇവന്റെ ആത്മാവിനെ പിടിക്കുന്ന നേരത്ത്, ആ സമയത്ത് ഈ മനുഷ്യന്മാര് കൊതിക്കുകയാണ്. എന്തിനാണ് മലക്കുകളോട് കെഞ്ചുന്നത്? എന്തിനാണ് മലക്കുകളോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദി ഖാലൂ വലം തകുൻ അർദുല്ലാഹി വാസിയതൻ ഫതുഹാജിറൂ ഫീഹാ ഫൗലൈക മഅവാഹും ജഹന്നമു വസാഅത് മസീറാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറയുന്നു, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള കക്ഷികൾ മരിക്കുന്ന നേരത്ത്, അവരെ മലക്കുകൾ മരിപ്പിക്കുന്ന നേരത്ത്, നല്ലോണം ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരത്തോട് ളുൽമ് ചെയ്യുമ്പോ ആലോചിച്ചോളണം. ഓരോ തെറ്റുകൾ ചെയ്യുന്നതും സ്വന്തത്തോട് കാണിക്കുന്ന അക്രമമാണെന്നോർത്തുകൊള്ളണം. സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച് തെമ്മാടികളായി, ധിക്കാരികളായി, ആരെന്ത് പറഞ്ഞാലും എനിക്കത് ബാധകമല്ല, എനിക്കെന്റെ റൂട്ടുണ്ട് ജീവിതത്തിനെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാര് മരണത്തിന്റെ നേരത്ത് മലക്കുകളോട് പറയുകയാണ്, കുറച്ചു നേരത്തേക്കൊന്ന് വഴിമാറിത്തരണം. മലക്കുകളുടെ ചോദ്യം എന്താണ്? ഫീമ കുൻതും, എന്തേ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? എന്തിനായിരുന്നു? ഖാലൂ, അപ്പൊ അവര് പറഞ്ഞു നോക്കുകയാണ്, കള്ളമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കുന്നാ മുസ്തദഅഫീന ഫിൽ അർദി, ഭൂമിയിൽ ഞങ്ങൾ പീഡിതരായിരുന്നു, ഭൂമിയിൽ ഞങ്ങൾ കഷ്ടപ്പാടുള്ളവരായിരുന്നു, ദീനനുസരിച്ച് ജീവിക്കണം എന്ന മോഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങളുടെ ചുറ്റുപാട് അനുവദിച്ചില്ല. അല്ലാഹുവിന്റെ മലക്കുകളുടെ ചോദ്യം, എങ്കിൽ ഖാലൂ അലം തകുൻ അർദുല്ലാഹി വാസിയതൻ ഫതുഹാജിറൂ ഫീഹാ. ആ വക വർത്തമാനമൊന്നും ഇന്ന് നിങ്ങൾ പറയേണ്ട കേട്ടോ. കാരണം അള്ളാന്റെ ഭൂമി വളരെ വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഒരിടത്ത് നിങ്ങൾക്ക് ദീനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഫതുഹാജിറൂ ഫീഹാ, സ്വാതന്ത്ര്യം
പരിസരമുള്ള മണ്ണിലേക്ക് ഹിജ്റ പോയിട്ട് നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായി ജീവിച്ചൂടായിരുന്നോ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഫൗലായിക മഅവാഹും ജഹന്നം, അവർക്ക് ചെന്നു ചേരാനുള്ള സങ്കേതം ജഹന്നമാണ്. വസാഅത് മസീറാ, അതെത്ര മോശമായ സങ്കേതം തന്നെ. മനുഷ്യന്റെ ആഗ്രഹമാണ് ആ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മലക്കുകളും അവരുമായിട്ട് നടക്കുന്ന മറ്റൊരു സംവാദം, മറ്റൊരു ചോദ്യം. അതാ നിങ്ങൾ നോക്കൂ, അതാ ഈ രൂപത്തിലുള്ള ആളുകളെ, ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചവരെ, അല്ലാഹുവല്ലാത്തവരെ പലരെയും അവർ ആരാധിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ സ്നേഹിക്കുന്നു എന്ന നിലക്ക് യേശുവെ വിളിച്ചു പ്രാർത്ഥിച്ചു, മറിയം ബീവിയെ വിളിച്ചു പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പലരെയും അവർ ആരാധ്യരാക്കി, പലരെയും അവർ പൂജിച്ചു, പലരെയും അവർ രക്ഷകനായിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അത്തരത്തിലുള്ള കടുത്ത കൊടിയ മുശ്രിക്കുകൾ മരിക്കുന്ന നേരത്ത് അവരെ മരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മലക്കുകൾ അവരുടെ സമീപത്തേക്ക് വരുമ്പോ കാലൂ, അവര് ചോദിക്കുകയാണ് ഈ മുശ്രിക്കുകളോട് ചോദിക്കും, മരണത്തിന്റെ നേരത്ത് ചോദിക്കും കേട്ടോ, ഐനമാ കുന്തും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എവിടെ പോയി? എന്തേ അവരാരെ നിങ്ങളെ രക്ഷക്ക് കാണാത്ത്? നിങ്ങൾ പലരെയും വിളിച്ച് തേടിയവരല്ലേ, എന്തേ അവരെ ഒന്നും കാണാത്തത്? മരണനേരത്ത് നമ്മെ ഇന്നയാള് രക്ഷപ്പെടുത്തും, ഇന്നയാള് വന്ന് സഹായിക്കും, ഇന്നയാള് നമ്മെ രക്ഷപ്പെടുത്തും മരണനേരത്ത് എന്ന് നിങ്ങൾ വിശ്വസിച്ചവരല്ലേ? അങ്ങനെ പലരെയും നിങ്ങൾ വിളിച്ച് തേടിയവരല്ലേ, പലരോടും പ്രാർത്ഥിച്ചവരല്ലേ? അവരൊക്കെ എന്തേ ഇപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കാണാത്തതെന്തേ? എവിടെ പോയി? അവരൊക്കെ എവിടെ പോയി എന്ന് മലക്കുകൾ ഇവരോട് പരിഹാസ രൂപത്തിൽ തന്നെ ചോദിക്കുമ്പോ താരു അവര് പറയും, വല്ലൂ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. വശഹിദൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങൾക്കെതിരെ അവരതാ നേരത്തെ സാക്ഷ്യം നിൽക്കുകയാണ്. എന്തിനാണ് സാക്ഷ്യം നിൽക്കുന്നത്? അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങളൊക്കെ അള്ളാന്റെ നിയമങ്ങൾക്ക് നിഷേധാത്മക നയം സ്വീകരിച്ച ആളുകളായിരുന്നു, ഞങ്ങളൊക്കെ അള്ളാന്റെ നിയമത്തിന് തെറ്റി ജീവിച്ചവരാണെന്ന് ആ സമയത്ത് അവര് സ്വന്തത്തിനെതിരെ സാക്ഷി പറയുന്നു. പക്ഷേ അതുകൊണ്ടൊരു രക്ഷയുമില്ലല്ലോ. അവര് പറഞ്ഞു നോക്കും, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വരെ മലക്കുകളോട് പറയുന്നുണ്ട്. മലക്കുകളോട് ഈ നേരത്ത് കാഫിറുകൾ പറയാണ്, മാ കുന്നാ നഅമലു മിൻ സൂഇൻ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ ഒരു തിന്മയും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷേ ഒരൊറ്റ മറുപടിയേ കിട്ടാനുള്ളൂ, ഫദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫിഹാ ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒഴുകേണ്ടത് പോകേണ്ടത് നരകത്തിലേക്ക് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുരന്തം, ഈ ഒരു ദുരവസ്ഥ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ ദൃഢമാക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് പോകുന്ന രൂപം, അതുപോലെ തന്നെ കാഫിറിന്റെയും ഫാജിറിന്റെയും ആത്മാവ് പിരിയുന്ന രൂപം, രണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതില്ലെന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുഅ്മിനായി ജീവിക്കാൻ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കാഫിറായി ഫാജിറായി മരിക്കാതിരിക്കാൻ ദുആ ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അർഹമുർ റഹീമീനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും നാഥൻ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.